ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വിസ് ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദേ ഈ കാണുന്ന ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഗീ റൈസ് കഴിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. അപ്പോൾ സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ പല ടൈപ്പിലും ഗീ റൈസ് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാൻ ദേ ഇവിടെ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. കൈമ അരി എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ ടൈപ്പ് അരിയാണ്. നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ ഈ ഒരു അരിക്ക്. അപ്പം ഞാൻ മിക്കവാറും ബിരിയാണി നെയ്ച്ചോറൊക്കെ ഈ ഒരു അരിയിലാണ് ചെയ്തെടുക്കാറ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് അരിക്ക് നമ്മൾ 6 കപ്പ് വെള്ളം, അതായത് ഡബിൾ എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ അരി കുതിർത്തൊന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ വെള്ളം എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നൈസായിട്ടാണ് സവാള അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം. പട്ട, ഏലക്ക, കരയാമ്പൂ മുതലായവ. പിന്നെ നെയ്യ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇടാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ നെയ്ച്ചോറിനേക്ക് ഈ പറഞ്ഞ വെളുത്തുള്ളിയൊക്കെ ഇടുകയാണെങ്കിൽ. ഒരു 2 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, അതുപോലെ തന്നെ ഒരു 2 ഏലക്ക, ഒരു 3-4 കരയാമ്പൂ, കുറച്ച് വലിയ ജീരകം, അത്രയും ഐറ്റംസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഓയിലും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെയ്യും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഉപയോഗിക്കാറുണ്ട്. നെയ്യ് ഏകദേശം ലാസ്റ്റ് ആവുമ്പോഴാണ് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 100 ml ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വഴട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും നമ്മളിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? ഈ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അപ്പോൾ ചൂടാക്കി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡായി കിട്ടും. അതായത് നമ്മൾ വഴറ്റിയ സവാളയിലേക്കൊക്കെ പച്ചവെള്ളം ഒഴിക്കുന്നതിലും നല്ലത് എപ്പോഴും നീര് ചൂടോടുകൂടി ഒഴിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളം പെട്ടെന്ന് തിളച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങും നടക്കും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ വെള്ളത്തിൽ ഉപ്പ് ഒന്ന് മുന്തി നിൽക്കണം, അതാണ് ഉപ്പിൻ്റെ കണക്ക്. എന്നാലാണ് നമ്മുടെ അരി വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പായി മാറുള്ളൂ. അപ്പോൾ ഉപ്പ് നമുക്കൊന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് മുന്തി നിൽക്കണം. കണ്ടാൽ നമ്മുടെ വെള്ളം ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി അപ്പോൾ കഴുകി ഒന്ന് വാര വെച്ചതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഒന്ന് മുന്തി നിൽക്കണം, എന്നാൽ കറക്റ്റായിരിക്കും. അപ്പോൾ ആരും ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഉപ്പ് നമ്മുടെ ചോറിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വെള്ളം കറക്റ്റായില്ലെങ്കിലും അരി പോലെ ഇരിക്കും നമ്മൾ നെയ്ച്ചോറൊക്കെ വെന്ത് വരുമ്പോൾ. അപ്പോൾ ഡബിളായിട്ട് തന്നെ നമ്മൾ കുതിർക്കാതെ വെക്കുമ്പോൾ ഡബിളായിട്ട് തന്നെ വെള്ളം എടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ തന്നെ എടുക്കണം. നേരെ മറിച്ച് ഒന്ന് കുതിർക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സോ കുറച്ചെടുത്താലും മതിയാവും. കപ്പളവാണെങ്കിൽ കപ്പളവിൽ, എന്തിലാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ. ഇപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്.
അപ്പോൾ ദേ ഏകദേശം നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആവട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി വെച്ചാൽ ഇതാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ദേ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കാം കേട്ടോ. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ആദ്യമായിട്ട് ഒന്ന് വറുത്ത് പിന്നെ അതിന് ശേഷം മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ സവാളയും ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലത് തന്നെയാണ്. നമ്മുടെ നെയ്ച്ചോറിന് നല്ല ഫ്ലേവറൊക്കെ കിട്ടും. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ റൈസിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇടാം. അല്ല ചെറിയ പീസസ് ആയിട്ട് മുറിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കണം, അരി ഇടുന്നതിന് മുൻപായിട്ട് തന്നെ, അല്ലെങ്കിൽ അരിയോടൊപ്പം തന്നെ. കണ്ട നല്ല ഭംഗിയിൽ കാണാൻ, നല്ല കളർഫുൾ അല്ലേ നല്ല നമ്മുടെ നെയ്ച്ചോറ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫ്ലേവറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഗീ റൈസിൻ്റെ കൂടെ സലാഡ്, അതുപോലെ തന്നെ കുരുമുളക് ഇട്ട ബീഫ് കറിയും പിന്നെ ഒരു തേങ്ങ ചമ്മന്തിയും കൂടിയുണ്ട്, മീൻ ലീവ്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കോംബോ ആണ് ഇതെല്ലാം കൂടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ് ബെറി.